ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും. പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നീടും. ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടും അവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാം സായുജ്യം ഉൾകുന്നതിനീ ആത്മാവും. നിൻവിളി കേട്ടു ശരീരത്തെ വിട്ടുപിരിഞ്ഞു തിരിക്കുന്നു. മാനവഗണമാദിനവും സക്ഷമരായി കഴിയുന്നു. അവൻ എനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു. പറുദീസായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി. ഗാഗുൽത്തായിൽ കൈനീട്ടി കുരിശാമർത്യനുയർത്തേകി. മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ, ഞങ്ങൾ തെളിവായി കേട്ടു നിന്നുടെ നീതി. ശുദ്ധന്മാർക്കാനന്ദത്തിൻ പൂന്തേനും ദുഷ്ടജനത്തിനു പീഡകളും നൽകി ഞങ്ങളിതറിയുന്നു. നാഥ, ഞങ്ങളെ മൃതരെല്ലാം നുകരാവൂ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു. ലോകവും അതിനുടെ ആശകളും നിശൂന്യതയിൽ താഴുന്നു. സത്യം നീതിയുമെന്നെന്നും ലയമില്ലാതെ വിളങ്ങിടും. നിലനിൽക്കുന്നു സകലേശൻ നൽകുന്നൊരു നിത്യായുസ്സും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല,
മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു, അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാഗുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുത്ഥാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, മരിച്ചവരുടെ പാപങ്ങൾ പൊറുക്കുകയും അവരുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ആത്മാവിനോട് കരുണ തോന്നണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിടുന്നേ. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിടുന്നേ. ഒഴുകി വരുന്നു വാനവഗാനം, പൂഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവിരുന്നിൻ. പുലരി വരുന്നു. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിടുന്നേ. പുരുമോഹനമപ്പുലരിയിൽ നാഥ, പൂങ്കതിരണിയും സുകൃതികളോടെ നാഗം ചേരാൻ വരമരുളേണം. മനുജനു ജന്മം നൽകിയ നാഥ, മരണത്തിൽ നീ പുനരുത്ഥാനം
പുനരുത്ഥാനം പകരുന്നല്ലോ വാഴ്ത്തിയിടുന്നേ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതേനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു, ശാശ്വത ഭാഗ്യം നരനരുളിയാൻ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യയിലും നിൻ അടയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരെ, സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാം ദൈവിക ഭവനം പൂവും നേരം സ്നേഹാർദ്രതയാർ നിൻ പ്രിയജനമേ അനുദിനമലിവോടോർത്തണമെന്നേ. ഭൂമിയിൽ അവർ വിലപിക്കുന്നു, ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോഷ്ലം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാ. ലോകവും അതിനെ ജളികാശകളും അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. അവനെ തേടി കണ്ടെത്തിയില്ല, ദുഷ്ടത കുടിവാണഴുകി നശിക്കും. ലോകമിതെന്നിൽ ഭീതിയുണർത്തി, ഓടിപ്പോയി ഞാൻ ജീവൻ പകരും കുരിശിനെ വിരവോ
നിന്നോടാശ്ലേഷിച്ചു. നിന്റെ കരുണ എന്നെ അറിയിക്കണമേ, ശാന്തി മകളെ പൊയ്ക്കൊള്ളുക നിൻ പാപത്തിനു ഞാൻ മാപ്പേകുന്നു. പാവിനിയോടായി കൽപ്പിച്ചതുപോൽ എന്നോടും ഇപ്പോൾ കൽപ്പിക്കണമേ. കാഹളമൂതി അവനെ പുകഴ്ത്തുവിൻ, ദൂതർ വിളിക്കും കാഹളനാദം, വിധി നാളുയരും മോഹനഗാനം. അതു കേട്ടുണരും മൃതരെല്ലാരും, ത്രിത്വത്തിനായി കീർത്തനമോതും. സ്വർഗം ഭൂമിയിലിറങ്ങി ആദത്തിനും സന്തതികൾക്കും പുനരധിവാസം നൽകുന്നതിനായി സ്വർഗം തന്നെ ഭൂമിയിലിറങ്ങി മഹിതാത്ഭുതമേ. വിശുദ്ധന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. വിധിയുടെ ദിവസം മിശിഹാരാജൻ വിണ്ണിൽ വരുമ്പോൾ മൃതരെഴുന്നേൽക്കും. ജീവിപ്പവരോ വിസ്മയകരമായി രൂപാന്തരവും പ്രാപിച്ചിടും. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കട്ടെ, പരിശുദ്ധന്മാരെതിരേൽപ്പിനുവൻ നമ്പരമധ്യേ നിരചേരുന്നു. സ്നേഹിതരെ ഞാൻ അവരുടെ അണിയിൽ ചേരുന്നതിനായി പ്രാർത്ഥിക്കണമേ. നിന്റെ രൂപിയെ അയക്കുക, അവ സൃഷ്ടിക്കപ്പെടും. മിശിഹാനാഥ, പാപികളെല്ലാം നിൻ കൽപ്പനയാലുദ്ധിതരായി. ഇരുളു നിറഞ്ഞോരവനിയിലെങ്ങും തിരുവുത്ഥാനം ദീപ്തി പരത്തി. ധനികരും ദരിദ്രരും മൃതിയുടെ പൊതുവാം പാതയിലല്ലോ നീങ്ങുന്നുലകിൽ മാനവരെല്ലാം. ധനികന്മാരും ഈശ്വരുമൊപ്പം പ്രതിഫലമതിനായി പായുന്ന വിഷം. അവൻ ചിറക് വിരിച്ചു പറന്നു വന്നു. ദൈവിക ദൂതൻ ധരയിലിറങ്ങി, കന്യാംബിക തൻ സവിധമണഞ്ഞു. മനുജനു ശരണം ശാന്തിയുമരുളും തിരുസന്ദേശം മേരിക്കേകി. നീ അവർക്ക് പാനീയം
കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെയുള്ളവൻ, ദൃശ്യാദൃശ്യങ്ങൾ സകലം തീർത്തോനേ നാഥ സകലേശ. നിൻ സാദൃശ്യത്തിൽ തീർത്തോരെന്നുടമേൽ കൃപ നീ ചിന്തനമേ. ആദ്യം മുതൽ അന്ത്യം വരെയുള്ളവയെല്ലാം എല്ലാം അറിയുന്നു ദൈവം മനുജന്റെ ഗൂഢവിചാരങ്ങൾ. വാക്കും ചെയ്തികളും നിഖിലം മറയെന്നെ തെളിവായി കാണുന്നു. ഹൃദയങ്ങൾ നീ പരിശോധിക്കുന്നു, സ്ഫുടമായി നിൻ മുൻപിൽ കണ്ടു ഭുവനത്തിൻ തിന്മകളെല്ലാം നീ. പെരുകി പാപങ്ങൾ ഫലമായി പീഡകളും തിങ്ങി നിറഞ്ഞല്ലോ. കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ, ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കളരാതെ നാഥാ കനിവോടെ തൃക്കൻ പാക്കണമേ. കണ്ണുനീരുകൊണ്ട് എന്റെ കടക്ക ഞാൻ നനച്ചു, നാഥാ പാപിനിയാ മറിയം മിഴിനീരിൽ പാദം കഴുകുമ്പോ. ഹൃദയം തരളിതമായി സഹതാപാകുലമായി ഉറുതിയവൾ കരുളി. കർത്താവേ കാരുണ്യം വർഷിക്കണമേ, പശ്ചാത്താപത്താലൊഴുകുന്നെൻ കണ്ണീർ കണ്ടു കനിഞ്ഞാലും. ദൈവാനുഗ്രഹവും കൃപയും ചിരമെന്നിൽ ചൊരിയണമഖിലേശാ. നീ എന്നെ സൃഷ്ടിച്ച് എന്റെ മേൽ കൈകൾ വച്ചു, തീർത്തു പൊടിയിൽ നിന്നാദാമിനെ ദൈവം ചേർത്തു ജീവനത്തിൽ. സ്തുതി തൻ ഗീതങ്ങൾ നിയതം പാടിടുവാൻ നാവുമന്നേകി. വലിയവരും ചെറിയവരും അനുതാപാകുലരായണയും പാപികളെ കൈക്കൊള്ളൂ ദൈവം. പശ്ചാത്താപത്തിൻ കണ്ണീർ ചിന്തുക നാം, ദൈവം കൃപ ചെയ്യും. രക്ഷകനായ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. നരനീ ലോകത്തിൽ ദൈവം തുണയാകാതൊന്നും കഴിവില്ല. നാഥാ ദുർബലരാം ഞങ്ങൾ കവചതകൾ തീർക്കണമനുനിമിഷം. നിനക്കു ഞാൻ അഭിവാദനമർപ്പിക്കുന്നു. സ്വസ്തി ദാവീദിൻ പുത്രീ മാലാഖ മറിയത്തോടരുളി. കന്യാമാതാവേ ചെഹിയോൻ പുത്രീ നിൻ ധന്യത നിസ്തുലമാ. കർത്താവിനെ പ്രാർത്ഥിച്ചു ശക്തരാകുവിൻ. നിറയും മോദമുടെ വാനിൽ വാണരുളും പരിശുദ്ധന്മാരെ. കൃപയും മോചനവും ഞങ്ങൾ നേടിടുവാൻ നിതരാം പ്രാർത്ഥിപ്പിൻ.
എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും ഈശോ മൃതരാമഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളീരാ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നേ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടനെഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യമാകുന്നു. മൃതിയെ മുറപോൽ നാഥനയയ്ക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണമുത്ഥാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നള്ളും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കവറിടമൊളി ചിന്നും. അതിലുള്ളവരോ നാഥനു പുകഴ് പാടും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതഖിലേശൻ പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സാധനുമേവം സുരനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇവരെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെയും തന്റെ വലത്ത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ.
ഗൂഢമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങി മുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാരന്തരമിയലാതുസ്ഥാനത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു. മൃതനായി മിശിഹാ മൂന്നാം ദിവസം ജീവൻ നേടി ഭീകരമൃഗിലൻ ചങ്ങലയേവം പൊട്ടിനുറുങ്ങി. മൃതിയുടെ കൊടുതാം കോട്ടകളെല്ലാം തട്ടി നിരത്തി നാഥൻ നവമായുത്ഥാനത്തിൻ പാത തുറന്നു. സ്വർഗമണഞ്ഞോരത്ഭുതനിനിയും ജയലാളിതനായി വരുമീധരയിൽ കുരിശിൻ പ്രഭയാൽ പരിവേഷ്ടിതനായി. ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിന്നാഗമ ദിവസം പാർത്തു കഴിപ്പൂ. ബീജമാനൻ പ്രതിഫലമേകാൻ എത്തും ദിവസം വേഗം പുലരാൻ പ്രത്യഗണങ്ങൾ നോക്കി. സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ദയവായിട്ട് ഈ പരിസരത്തുള്ള എല്ലാവരും ഈ പന്തലിന്റെ ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കാൻ പ്രത്യേകം താല്പര്യപ്പെടുക. അതോടൊപ്പം പ്രാർത്ഥന തുടങ്ങുമ്പോഴേക്കും നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോ ചേട്ടനിലൂടെ നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയ വലിയ നല്ല ഗുണങ്ങളെയും നന്മകളെയും ഒക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാം. ഈ നാടിനും നമ്മുടെ ഇടവകയ്ക്കും ഈ സമൂഹത്തിനുമൊക്കെ ദൈവം ഈ വ്യക്തിയിലൂടെ ചൊരിഞ്ഞ വലിയ കൃപകളെ നന്ദിയോടെ ഓർത്തുകൊണ്ട് ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ നമുക്കായിരിക്കാം. നമ്മുടെ നന്ദിയും നമ്മുടെ കടപ്പാടുമൊക്കെ നാം ഇദ്ദേഹത്തെ അറിയിക്കുക. ഏകാഗ്രമായ ഭക്തിസാന്ദ്രമായ മതസംസ്കാര ശുശ്രൂഷയിലൂടെയാണ്. അദ്ദേഹത്തിനെ ഏറ്റവും ഭംഗിയായി ഏറ്റവും മനോഹരമായി ദൈവത്തിന്റെ സ്വർഗീയ കവാടത്തിലേക്ക് യാത്രയാകുവാൻ നമ്മുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും നമുക്ക് ഒരുക്കാം. പനിനീർ വെഞ്ഞെടുപ്പ്. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ചന്ദനത്തിരി വെഞ്ചിരിപ്പ്. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സത്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ വിപുലമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെയും നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് ഒഴിയുന്നു. ഗ്രഹമുണ്ടായിരിക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെയും മണ്ണിൽ നിന്നാകത്തെ സൃഷ്ടിച്ചവനും അവരുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നൽകിയിരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുലർത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയെന്ന് അവൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. മൃഗനാമിഷിഭാഗത്തായി അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സുഖകരമാകുന്നു. ആദിപിതാവാമാകട്ടെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമധികമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വസ്ത്രം പ്രകലേശ ഞങ്ങൾ സ്വരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. നിരപിക്കരുടെ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അത് ചെയ്തില്ലേ തിരുനാഥൻ. ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർത്തേവും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പടർന്നീരും. മധ്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മധ്യദേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. മഹിമയുടന്തിന വിധിനാളെ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിറുത്തണമേ. നല്ലവരൊത്തു ഫലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേഷം. എന്റെ സഹോദരരെ, പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കിടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാറാകിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടി സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും.
മിശിഹായിൽ മരിച്ചവർ ആദ്യം എഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് മൃഗത്താവാകാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. മരണത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന ചക്കാളിയിൽ കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, ദൈവം മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ നമുക്ക് പറയാൻ സാധിക്കും, ഒരു പിതാവിന് നൽകുന്ന വലിയ അനുഗ്രഹം ദീർഘായുസ്സാണ്. അതോടൊപ്പം മക്കൾക്ക് നൽകുന്ന വലിയ അനുഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കപ്പെട്ടവരെ 86 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹം ദൈവം നൽകി എന്നത് വലിയ കൃപയാണ്, അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ ദീർഘമായ ഈ വർഷങ്ങളിൽ മുഴുവൻ നമ്മുടെ പ്രിയപ്പെട്ട അപ്പച്ചനിലൂടെ ഈ നാടിനും നമ്മുടെ ദേശത്തിനും മുഴുവൻ അനവധിയായ കൃപകളും നന്മകളും ദൈവം ചൊരിയുന്നുണ്ട്. ഈ കൃപകളുടെയും നന്മകളുടെയും ഒക്കെ പശ്ചാത്തലത്തിലാണ്, അല്ലെങ്കിൽ അതിന്റെ ആകെ തുകയായിട്ടാണ് നാം എല്ലാവരും ഇദ്ദേഹത്തിന് യാത്രാവന്ദനങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ആയിരിക്കുക. ഒരു വ്യക്തിയുടെ ജീവിതം സഫലമാകുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിത രീതികൾ തന്റെ മക്കളിലൂടെയും കൊച്ചുമക്കളിലൂടെയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ്. നാളെ മുതൽ ചാക്കോച്ചേട്ടൻ ഈ ലോകത്തിൽ ജീവിക്കുക തന്റെ മക്കളിലൂടെയാണ്. അദ്ദേഹത്തിന്റെ വലിയ നന്മയുള്ള മനസ്സും അദ്ദേഹത്തിന്റെ സമൂഹത്തോട് ഇടപെടാനുള്ള, അല്ലെങ്കിൽ സമൂഹവും ഇടവകയും വൈദികരും മറ്റു സഭാ സംവിധാനങ്ങളുമായിട്ടുണ്ടായിരുന്ന അടുപ്പവുമൊക്കെ തുടർന്ന് തന്റെ മക്കളിലൂടെ ലോകമറിയുമ്പോഴാണ് അദ്ദേഹം വലിയവനായി മാറുക. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, ചക്കാളിയിൽ കുടുംബം എപ്പോഴും സഭയോടും സമൂഹത്തോടും നാടിനോടുമൊക്കെ ധാർമ്മികമായ കടപ്പാടുകൾ പുലർത്തിയും വ്യക്തമായ കാഴ്ചപ്പാടുകളോടുകൂടിയും ജീവിക്കുന്ന ഒരു കുടുംബമാണ്. അതിന്റെ വലിയ മാതൃകയും വലിയ പ്രചോദനവുമാണ് നമ്മുടെ മുൻപിൽ കണ്ണുകൾ അടച്ച് ആയിരിക്കുക. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഈ വ്യക്തിയെ യാത്ര അയക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേരുകയും ചെയ്യുക. പ്രിയപ്പെട്ടവരെ, ഇദ്ദേഹത്തിലൂടെ നൽകപ്പെട്ട അനുഗ്രഹങ്ങളെ നമ്മയോട് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല ശുശ്രൂഷകൾ ലഭിച്ച് മരണമടയാനുള്ള വലിയ ഭാഗ്യം. പല പ്രാവശ്യം ഈ ഭവനങ്ങളിലൊക്കെ ഞാൻ വന്ന് അപ്പച്ചനെയും കുടുംബക്കാരെയും ഒക്കെ കാണുമ്പോൾ അവരൊക്കെ എത്രയോ സന്തോഷത്തോടെയാണ് ഇദ്ദേഹത്തെ ശുശ്രൂഷിക്കുക. കൊച്ചുകുട്ടികളോടൊത്ത് കളിക്കുന്ന, അല്ലെങ്കിൽ മക്കളോടൊത്ത് സന്തോഷത്തോടെ ആയിരിക്കുന്ന പിതാവിനെയാണ് എപ്പോഴും കാണാൻ സാധിക്കുക. ആരോടും ഒരു പരാതിയോ പരിഭവമോ ഒന്നുമില്ലാതെ, അതിനേക്കാളൊക്കെ ഉപരി അവരോടൊപ്പം തന്റെ ജീവിതത്തിന്റെ അവസാന മിടുപ്പ് വരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ആകാനുള്ള വലിയ മനസ്സ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും അറിവുള്ളതാണ്. നമ്മളെ ഓരോ വ്യക്തികളുടെയും മരണത്തിൽ ദുഃഖാർത്ഥരാണ്. അതോടൊപ്പം തന്നെ സഭയുടെ ചിന്തയനുസരിച്ച് നാം സന്തോഷിക്കണമെന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുക. കാരണം
ക്രിസ്തു മരിച്ചു അതിനുശേഷം ഉത്ഥാനം ചെയ്തു എന്ന സത്യത്തിലാണ് നമ്മളെല്ലാവരും സഭയും വിശ്വസിക്കുക. ക്രിസ്തു ഉത്ഥാനം ചെയ്തിട്ടുണ്ട് എങ്കിൽ ക്രിസ്തുവിനോടൊപ്പം മരിച്ച ഓരോ വ്യക്തികളും ഉത്ഥാനം ചെയ്യപ്പെടും എന്ന വിശ്വാസം നമുക്കുണ്ട്. ആ വിശ്വാസത്തിന്റെ ചെറുകിൽ കയറിയാണ് മരണാനന്തരം നടത്തുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും നമ്മുടെ എല്ലാവരുടെയും അദ്ദേഹത്തോടുള്ള ആദരവും ഒക്കെ കാണിക്കുക. അതുകൊണ്ട് തന്നെ സ്വർഗത്തിൽ ഇന്നു മുതൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുവാനും നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും നമ്മെ അറിയുന്ന നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തി കൂടെ ഉണ്ട് എന്നുള്ള സന്തോഷത്തിലായിരിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ ദൈവികമായ കാഴ്ചപ്പാടുകളും മാനുഷികമായ കാഴ്ചപ്പാടുകളും ഉൾച്ചേർന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥനയോടെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ വ്യക്തിയെ ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കാം. നമ്മുടെ ദേശത്തിനു വേണ്ടിയും നമ്മുടെ നാടിനു വേണ്ടിയും ഒക്കെ നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്ന എത്രയോ വിശുദ്ധരായ ആത്മാക്കൾ സ്വർഗത്തിലുണ്ട്. പേരെടുക്കാത്ത വിശുദ്ധരായ എത്രയോ പാവപ്പെട്ട അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ സ്വർഗ കവാടത്തിലുണ്ട്. അതിനോടൊപ്പം നമ്മുടെ ഈ പ്രിയപ്പെട്ട അപ്പച്ചനെയും നമുക്കും ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. അദ്ദേഹം വഴിയായിട്ടും അദ്ദേഹത്തിലൂടെയും നമ്മളിലൂടെ ഇനിയും നിരവധിയായ അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. ഈ മക്കൾക്കും അത് നാടിന് മുഴുവൻ മാതൃകാപരമായ രീതിയിൽ സ്വന്തം പിതാവിനെ ശുശ്രൂഷിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരെന്ന നിലയിലും ജീവിത പങ്കാളി 30 വർഷങ്ങൾക്ക് മുൻപ് മരണമടഞ്ഞുവെങ്കിലും ഒരു കുറവും കുറ്റവും കാണാതെ മക്കളെ ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവികമായി കാത്തു സംരക്ഷിക്കുവാൻ വലിയ ഉത്തരവാദിത്വവും കടമയും കാണിച്ച ഒരു പിതാവെന്ന നിലയിൽ ആദിമ കാലഘട്ടത്തിന്റെ കഷ്ടപ്പാടുകളും വേദനകളും ഒക്കെ അനുഭവിച്ച തലമുറകൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അവർക്ക് ഇന്ന് കാണുന്ന സൗകര്യങ്ങളും സ്ഥാനങ്ങളും എല്ലാം ഈ ഇടയ്ക്ക് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിട്ടുള്ളതാണ്. പഴയ തലമുറയുടെ കഷ്ടപ്പാടിന്റെ കണ്ണുനീരിന്റെ വേദനയുടെ ഫലമാണ് ഇന്ന് സന്തോഷത്തോടെ അവർ അനുഭവിക്കുക. അതുകൊണ്ട് തന്നെ ഒരു തലമുറ നമ്മിൽ നിന്നും അകന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ അവർ ചരിത്ര സംവിധാനം എന്നതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനും ആ ഒരു ചരിത്രത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ബാക്കിയായി തങ്ങളുടെ ജീവിതം ജീവിക്കാനുമുള്ള കൃപ അവർക്ക് ദൈവം കൊടുക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. തുടർന്നുള്ള പ്രാർത്ഥനകളും നമുക്ക് ഈ ചാക്കോച്ചേട്ടന്റെ ആത്മാവിന് നിത്യശാന്തി കൊടുക്കണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ തുടരാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടി നിന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാലെ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാഹുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിതാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാവങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്റെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗ്രഹിക്കുകയും നിന്റെ ഞങ്ങളുടെ പാപങ്ങൾ മായിച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലെ ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശീനിയാകുന്നു. ജീവനെയും മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മരണം വരുമരുനാൾ ഓർക്കുക മർത്യാനീ, കൂടെപ്പോഴും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമരുനാൾ ഓർക്കുക മർത്യാനീ, കൂടെപ്പോഴും നിൻ ജീവിത ചെയ്തികളും മർത്യാനീ, എന്തിനു കരയുന്നു വ്യാകുലമാനസനായി, എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമരുനാൾ ഓർക്കുക മർത്യാനീ, കൂടെപ്പോഴും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലർത്തുക മർത്യാനീ, കൂടെപ്പോഴും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മൊഴി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശിഷ്ടരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം തന്നെ പ്രവേശിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി, പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയാൻ കഴിവില്ലാത്തോരൻ പാർത്തിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യയും നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. എന്നുമെന്നേക്കും സഹജന്മാരേ, സ്നേഹിതഗണമേ, യാത്ര ചെയ്താ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനായി പരിപാവനമാ ദൈവിക ഭവനം പോകും നേരം സ്നേഹാർദ്രതയാ നിൻ പ്രിയജനമേ
അനുമതി ലഭിക്കുന്നു. ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. പോകുന്നു ഞാൻ ലയമിയലാത്തോ ഉന്നതമോസ്ലം പ്രാപിപ്പതിനായി. നീ എന്നും നിലനിൽക്കുന്നു, പോയി മറയും നീ ക്ഷണഭംഗുരമാ ലോകവും അതിനെ ചെളികാറ്റകളും. അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ കരുതുക നമ്മൾ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എന്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈയുടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാവിലെ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉണരുന്നു. അപ്പോഴുമെൻ മനസ്സിൻ്റെ സ്വപ്നം മുൻപോട്ടോടുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ഈ പ്രപഞ്ച സുഖം തേടാൻ ഇപ്പോഴല്ല സമയം. എൻ സ്വദേശത്ത് ചെല്ലേണം യേശുവിൻ
കാണണം. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. സ്നേഹമുള്ളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയായ ലോകവും വേർപിരിഞ്ഞു പോയിടുന്നു നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ ചെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ഋത്വഗീതി പാടുവാൻ. ധന്യമായി ജീവിതം കാമ്യമായതൊന്നുമേ ഇല്ല. മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ല തെല്ലുമേ ശാന്തിയന്ത്യവേളയിൽ.
ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാപിങ്ങൾ എന്നെയും സ്മരിക്കണേ. വിശ്വാസം വ്യക്തിയുടെ വിധാനമായി സഹോദരൻ കീഴിൽ നിന്ന ബോധ്യത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ മക്കളെ സഭയോട് ചേർത്ത് വിശ്വാസം വളർത്തുവാനായിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും ആദരപൂർവ്വം ഇവിടെ ആശ്രയിക്കുന്നു. പ്രത്യേകിച്ച് പാസ്റ്റർ കമ്മിറ്റി അംഗങ്ങളുടെ നിലയിൽ ദിവസം പ്രവർത്തിക്കുന്നു. അതുപോലെ എന്ന സ്കൂളിൻ്റെ പ്രിൻസിപ്പാളായി പ്രവർത്തിക്കുന്നു. പല കുടുംബങ്ങളിലും സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും മക്കളെയും മാർഗം അനുസരിച്ചുകൊണ്ട് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. കേരളത്തിലുള്ള എല്ലാവരും ഈ സമയം അർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകൾക്ക് നമുക്ക് നൽകുകയാണ്. അവരോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. മധുരക്കും ജീവനമോ ശരണവും അരുളേന അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി ഉലങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറകളും മൃദുരുടെ എഴുന്നേൽക്കും. ഞാൻ ദൈവപ്രാർത്ഥിക്കും അഭയം കുറിച്ച് കണ്ടവർ അവസാനം വിധിയുടെ നാളിൽ കൈവരുവാനന്ദം. പ്രകാശോദിച്ചു മേഘത്തിൽ നാശനെടുങ്ങളും മൃദന് വിളിക്കും ജീവനവർക്കേനും. വിശുദ്ധ പ്രകാശോദിച്ചു കനകപ്രഭയിൽ അവരുടെ മൊഴിച്ചിന്യം അതിലുള്ളവരോ നാദരവുകൾ പാടും. ചൊല്ലിവരും അറിവരും പ്രിയരെ നിങ്ങൾ അറിയുന്നത് അന്വേഷൻ പുനരുത്ഥാനം വരുമല്ലോ. തന്നേക്കും യേശുനാഥ മരണമോ ഇരുന്നിൽ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതി തിരഞ്ഞെടുക്കപ്പെട്ട പ്രകടനത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ.
ജീവനേവരത്തിനെ നാഥൻ പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ ഭവനമേ ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസാവഴി എന്നെ വിശുദ്ധീകരിക്കുകയും ഉദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചെലുത്തുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവാലയത്തെ ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ മാതൃകമായ പുരോഹിതരെ ദൈവവചനങ്ങളായ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തുടർന്ന് മറ്റ് വൈദികർക്കും സിസ്റ്റേഴ്സിനും നാട്ടുകാരായ എല്ലാവർക്കും തക്കാളി കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. മതസംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം എല്ലാവർക്കും കാപ്പി അറിയിക്കുന്നുണ്ട്. അതിനുശേഷം 5-10 മിനിറ്റുകൾക്ക് ശേഷം പള്ളിക്കകത്ത് വെച്ച് മംഗള പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ് ഇതുകൂടി അറിയിക്കുന്നു. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥന്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാനെൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരേ അരുതേയം. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിന്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം സാധനോടൊപ്പം ഞാൻ. ഈ ശരീരത്തിന് നിന്റെ ദൈവത്തിനുണ്ടാവത്തി ആകുലം പരിവശം നൽകേണ്ട കവരുടെ നീ ആസ്വദിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. അപ്പാവിടെ നീ എന്നെ തളിക്കുക, ഞാൻ മരനാകും. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ യാത്രയ്ക്ക് എത്തിക്കും. ആരാധിച്ചു വണങ്ങുന്നു, നൽകുന്നു.
ചെയ്യണം. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പൂഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നാഥനടഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും മനുഷ്യഭാഗ്യം. വരികളിലേക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥനിൽ നിന്നിത് കേൾക്കും മനുഷ്യനു ഭാഗ്യം. ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിപതിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറവും നിജമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സ്വർഗ്ഗത്തിന്റെയും നാഥനും ദൈവം തന്നെ നീതിമാന്മാർ വിശുദ്ധരോടും കൂടെ കൃഷ്ണമായ മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗമാകുന്ന അവസരത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മിശിഹായുടെ മൗലീശ്വരത്തെ അംഗത്തെ അനുഗമിക്കുകയും സംസ്കാരത്തെ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങൾ എല്ലാവരെയും ദൈവസമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നിരന്തരം വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ, ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ
പാരിൻ വീതിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖ ദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ, ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ, ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരെ, ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരെ, വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാ കടപ്പാടുകൾ. നിങ്ങളൻ ശവമഞ്ചം കേറുക, എന്നെ ദൈവത്തിനേകുക. എന്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ. എന്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. വിടരും മുൻപങ്ങ് വാടും പൂമൊട്ട് പോലവേ ഞാനും പോകുന്നു. യൗവനത്തിൽ ഞാൻ പോകുന്നതോർത്ത് നൊന്തു നീറേണ്ടൻ പ്രിയരേ, സ്വർഗസിയോനിൽ ഞാനീയൊരു സുന്ദര സുനമാകട്ടെ. സ്വർഗതാതന്റെ നീതിഭൂവിലെ വാസകാല അഗ്രാഹ്യമായി. പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ, ഒന്നു മക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. ഒന്നു മക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. മക്കൾ പോലും മറന്നല്ലോ എന്ന് ഓർത്തു കണ്ടു. ഇതിലെ ആശക്തിക്കുവാനും ബലഹീനരെ ശക്തിപ്പെടുത്തുന്നതുമായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യാനന്ദത്തിലുള്ള പ്രതീക്ഷയോടുകൂടി ഭരണം പ്രാപിച്ചിരിക്കുന്ന സഹോദരന്റെ ആത്മാവിലേക്ക് ആശ്വാസം പ്രദാനം ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാമം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ാളെ ആശുപത്രിയെ പ്രിയപ്പെട്ടവരുടെ ഒരുപാട് ദുഃഖാന്തരായിരിക്കുന്നേ അവരുടെ ആശരാകാതിരിക്കുവാൻ ഉത്ഥാനത്തിന്റെ പ്രതീക്ഷയായ അവരെ ധൈര്യപ്പെടുത്തണമേ. ജീവന്റെയും മരണത്തിന്റെയും നാമം പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കരുണാനിതാവേ ദാസനു നൽകണ ഉന്നതമോഹന പറുദീസായി വിജയകിരീടം. കരുണാനിതാവേ വിജയകിരീടം. മാനവരെല്ലാം അഗ്നിപണായി നിത്യവിധിക്കായി
വിജയം നേടിയ തനയർക്കെല്ലാം ജയമുടി നൽകാൻ കരവീതിയിൽ നീ അണയുണ്ടോ കനിയണമിൽ ജീവിതകാലത്തെയുള്ള കുറ്റകൃത്യങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയും ആളുടെ ആത്മാവിനെ കഴിഞ്ഞ് വിശദീകരിക്കുകയും ചെയ്യണമേ. അവസാനാമതും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കാരണവാനായ ദൈവമേ, സങ്കീർത്തനങ്ങളും പ്രാർത്ഥനാഗീതങ്ങളും ആലോചിച്ചുകൊണ്ട് ഈ സംസ്കാര കർമ്മത്തെ സംബന്ധിച്ച വൈദികരെയും മറ്റു വിശ്വാസികളെയും അനുഗ്രഹിക്കണമേ. മറ്റു ആളുകളെയും റാദികളെയും കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കണമേ. അങ്ങയുടെ കൃഷിമരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഫലങ്ങൾ അവർ അനുഭവിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും കുരിശുമരണം വഴിയായ മരണത്തെ കീഴടക്കി മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം നേടിയവരെ തൃപ്തിന് അവകാശരാജ്യം ചെയ്ത മിശിഹാ നമ്മെ സംരക്ഷിക്കട്ടെ. പാപത്തിന് മനുഷ്യരായ തൃപ്തിന് ലക്ഷ്യമായി ജീവിക്കുവാൻ അവൻ നമ്മെ സഹായിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വീട്ടിൽ വെച്ച് മന്ത്രായം ഉണ്ടായിരിക്കുന്നതാണെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ചെറിയ ഇനി മുതൽ കുടുംബത്തിലെ മൂത്ത മകനാണ് അതിനുള്ള അവകാശവും അതിനുള്ള സ്വാതന്ത്ര്യവും. അപ്പോൾ ഒരേ ഫലത്തിൽ നിന്ന് മക്കളെല്ലാവരും തങ്ങളുടെ ജീവിതാവസാനം വരെ സന്തോഷത്തോടെ സംതൃപ്തിയോടെ ഭക്ഷിച്ച് ജീവിക്കണം എന്നതിൻ്റെ സാദൃശ്യത്തിലാണ് ഒരു അല്ലെങ്കിൽ ഒരു കരുത്തിൽ നിന്ന് എല്ലാവരും മൂത്ത മകൻ ആദ്യം സ്വീകരിച്ചു കഴിഞ്ഞ് മറ്റു മക്കൾക്ക് എടുത്തു കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ്. മക്കളെല്ലാവരും ഒരുമയോടെയും സ്നേഹത്തോടെയും പരസ്പര സഹായിച്ചും പരസ്പരം വിശ്വസിച്ചും ജീവിക്കാൻ എപ്പോഴും ചാക്കോച്ചേട്ടൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും നമ്മോടൊപ്പം ഉണ്ടാവും. അതോടൊപ്പം തന്നെ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ഥാനം നമ്മൾ കൊടുക്കുകയും അദ്ദേഹത്തെ പോലെ കാണുകയും ചെയ്യേണ്ടത് മൂത്ത മകനാണ്. അതുകൊണ്ടാണ് സാധാരണ നമുക്കറിയാം എപ്പോഴും എന്താ നടത്തുമ്പോൾ ആദ്യം എടുത്തു കൊടുക്കുന്നത് മൂത്ത മകൻ്റെയിലാണ്. ആ ഒരു സ്വാതന്ത്ര്യവും ആ ഒരു ചിന്തയും നമ്മുടെ ഈ പ്രാർത്ഥനകൾ നടത്തുമ്പോൾ നമ്മുടെ കുടുംബത്തിനുണ്ടാകണം എന്നിവിടെ നോക്കുന്നു. എന്റെ ഭാഗത്തു നിപ്പോഴെങ്കിലും നിന്ന് വന്നെങ്കിൽ പൊറുക്കമേ. പൂക്കളേന്തിയൻ സന്ധ്യയാത്രയിൽ നിങ്ങളും വന്നു കൂടവേ. ഇടച്ചൊല്ലുമെന്റെ വീടിനോടുമെൻ നല്ലോരാമയൽക്കാരോടും എന്നെ നന്നായറിഞ്ഞു സ്നേഹിച്ച എല്ലാവർക്കുമെൻ വന്ദനം. എന്നെ ഓർത്തിനി കേഴല്ലേ മേലിൽ കാണുമങ്ങല്ലേ പ്രത്യാശ. ഓർത്തുകൊള്ളുക നിങ്ങളും നാളെ കൂടെ പോരേണ്ടോരാണെന്ന്. പുനരുത്ഥാനവും ജീവനുമാം നാഥൻ എന്നെ തേടി വരുന്നിതാ. രക്ഷിക്കപ്പെട്ടോർക്കുള്ള പൊന്നോടി കത്തം നീട്ടുന്ന